ഇരുചക്രവാഹനത്തിന് സൈഡ് കൊടുത്തില്ലെന്നാരോപിച്ച് സ്കൂൾ ബസ് ഡ്രൈവറെ മർദ്ദിച്ചതായി പരാതി. രാജകുമാരി ഹോളി ക്വീൻ സ്കൂളിലെ താൽക്കാലിക ഡ്രൈവറായ മഞ്ഞക്കുഴി സ്വദേശി വിഷ്ണുരാജിനാണ് മർദ്ദനമേറ്റത്. ആശുപത്രിയിൽ ചികിത്സ തേടിയ വിഷ്ണു രാജാക്കാട് പോലീസിൽ പരാതി നൽകി. രാവിലെ 9:45 രാജകുമാരി യൂണിയൻ ബാങ്കിന് സമീപം വെച്ചാണ് വിഷ്ണുവിനെ ഇരുചക്രവാഹനത്തെത്തിയാൾ മർദ്ദിച്ചത്. ഹരിത ജംഗ്ഷൻ അമ്പലക്കവല റോഡിൽ ഇരുചക്രവാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്നാരോപിച്ചായിരുന്നു മർദ്ദനം. കണ്ടാൽ തിരിച്ചറിയുന്ന മുരുക്കൻതൊട്ടി സ്വദേശിയായ ലോറി ഡ്രൈവറാണ് മർദ്ദിച്ചതെന്ന് ബസ് ഡ്രൈവർ വിഷ്ണു പറയുന്നു. രാവിലെ സ്കൂൾ ബസ് ഡ്യൂട്ടിക്കിടെ എതിരെ ഒരു ബൈക്കുകാരൻ വരികയും ബൈക്കുകാരന് സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ച് സ്കൂൾ ബസ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകുന്നതിന് ഇടയ്ക്ക് രാജകുമാരി ടൗണിൽ വെച്ച് ആൾ വണ്ടി കൊണ്ട് വട്ടം വെച്ച് ഉപദ്രവിക്കുകയായിരുന്നു. തന്നെ മാരകമായിട്ട് ഉപദ്രവിച്ചു. ആൾക്കാർ നോക്കി നിൽക്കെ അടിക്കുകയും ഇടിക്കുകയും ഷർട്ട് വലിച്ചു കയറുകയും നന്നായിട്ട് ഇടിക്കുകയും ചെയ്തു. സ്കൂൾ ബസ്സിൽ കുട്ടികളുമായി പോകും വഴിയാണ് ഇരുചക്ര വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെന്ന ആരോപണം ഉയർന്നത്. കുട്ടികളെ സ്കൂളിലാക്കി തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇരുചക്ര വാഹനത്തിലെത്തിയ ലോറി ഡ്രൈവർ രാജകുമാരി ടൗണിൽ വെച്ച വിഷ്ണുവിനെ തടഞ്ഞു നിർത്തി ക്രൂരമായി മർദ്ദിച്ചത്. മുഖത്തടിക്കുകയും പുറത്തിടിക്കുകയും ഷർട്ട് വലിച്ചു കീറുകയും ചെയ്തു. പരിക്കേറ്റ വിഷ്ണു രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. വിഷ്ണുവിന്റെ പരാതിയിൽ രാജാക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് മലയാളം, ഇടുക്കി.